ബിസിനസ് നെക്സ്റ്റിലേക്ക് സ്വാഗതം. അടുത്തയാഴ്ച സാമ്പത്തിക മേഖലയിൽ എന്ത് സംഭവിക്കും? 12 വ്യാവസായിക പാർക്കുകൾ രാജ്യത്തിന്റെ മുഖഛായയിൽ എന്ത് മാറ്റമുണ്ടാക്കും? BSNLന്റെ 5G കാത്തിരിപ്പ് അവസാനിക്കാറായോ? മാർക്കറ്റിൽ ഉൽപ്പന്ന വിലയുടെ കയറ്റിറക്കങ്ങൾ എങ്ങനെ? വിപണിയിലെത്തുന്ന പുതിയ ഉൽപ്പന്നങ്ങൾ ഏതൊക്കെ? കാണാം ബിസിനസ് നെക്സ്റ്റ്. ദശലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾക്ക് വഴിയൊരുക്കുന്ന 12 വ്യാവസായിക സ്മാർട്ട് സിറ്റികൾ ഉടൻ. വിവിധ സംസ്ഥാനങ്ങളിലായി 28,602 കോടി രൂപ ചെലവിലാണ് പാർക്കുകൾ സ്ഥാപിക്കുന്നത്. ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനായി 28,602 കോടി രൂപ ചിലവിൽ 10 സംസ്ഥാനങ്ങളിലായി 12 പുതിയ വ്യവസായിക സ്മാർട്ട് സിറ്റികൾക്ക് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയിട്ടുണ്ട്. 12 വ്യവസായ നഗരങ്ങളിൽ 2 ആന്ധ്രാപ്രദേശിലും 1 ബീഹാറിലുമാണ് വരുന്നത്. ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനായി സംസ്ഥാനങ്ങളുടെയും സ്വകാര്യ മേഖലകളുടെയും പങ്കാളിത്തത്തോടെ 100 നഗരങ്ങളിലോ സമീപത്തോ പ്ലഗ് ആൻഡ് പ്ലേ വ്യവസായ പാർക്കുകൾ വികസിപ്പിക്കുമെന്ന് ബഡ്ജറ്റിൽ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. വ്യവസായിക ഇടനാഴികളിൽ സ്മാർട്ട് സിറ്റികൾ സ്ഥാപിക്കാനുള്ള ഇന്ത്യ ഗവൺമെന്റിന്റെ പദ്ധതി ഉൽപാദനവും കയറ്റുമതിയും വർദ്ധിപ്പിക്കാനും ലോജിസ്റ്റിക് ചെലവ് കുറയ്ക്കാനും ലക്ഷ്യമിടുന്നു. കണക്ടിവിറ്റി നവീകരിക്കുന്നതിലൂടെയും സാങ്കേതിക വിദ്യാധിഷ്ഠിത പരിഹാരങ്ങൾ വാഗ്ദാനം ചെയ്യുന്നതിലൂടെയും ഈ വ്യവസായിക കേന്ദ്രങ്ങൾ ഗണ്യമായ നിക്ഷേപം ആകർഷിക്കുമെന്നും 4 ദശലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. എന്നിരുന്നാലും ഈ പാർക്കുകളുടെ വിജയം സംസ്ഥാനത്തിന്റെ സഹകരണത്തെയും വ്യവസായ വികസനത്തിലെ പ്രാദേശിക അസമത്വങ്ങൾ പരിഹരിക്കുന്നതിനെയും ആശ്രയിച്ചിരിക്കും. ക്ലസ്റ്ററുകൾ രൂപീകരിച്ചുകൊണ്ട് ആഗോള ഉൽപാദന അടിത്തറയായി മാറാൻ കഴിയുന്ന വ്യവസായ കേന്ദ്രങ്ങൾ എന്നതാണ് ആശയം. സമർപ്പിത നഗര പോക്കറ്റുകളിലൂടെ വ്യവസായവൽക്കരണം എന്ന ആശയത്തിന് ഇന്ത്യയിൽ ഒരു നീണ്ട ചരിത്രമുണ്ട്. പൊതു സ്വകാര്യ മേഖലകൾ ഇത്തരം ക്ലസ്റ്ററുകളിൽ ആങ്കർ നിക്ഷേപം നടത്തിയിട്ടുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സജീവ പിന്തുണയോടെ രാജ്യത്തുടനീളം ഖനനം, പെട്രോ കെമിക്കൽ, മാനുഫാക്ചറിംഗ് ഹബ്ബുകൾ ഉയർന്നു വന്നത് ഇത്തരത്തിലുള്ള പദ്ധതികളുടെ വിജയമാണ്. ആഗോള ഉൽപാദനത്തിന്റെ അടിത്തറയായി ഇന്ത്യയെ മാറ്റാനും ഇവിടേക്ക് നിക്ഷേപകരെ ആകർഷിക്കാനുമാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നത്. രാജ്യത്തിന്റെ GDPയിൽ ഉൽപാദന മേഖലയുടെ പങ്ക് വർദ്ധിപ്പിക്കാനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ഈ നീക്കം സഹായിക്കും. BSNL 5G സേവനങ്ങൾ ഇനി വെറും വാക്കല്ല. ജനുവരിയോടെ 5G ഉറപ്പാക്കുമെന്ന ഉറപ്പാണ് BSNL നൽകുന്നത്. 5G ജനുവരിയോടെ ഉണ്ടാകുമെന്നതിനാൽ ഇതുവരെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ലാത്ത 4G സേവനങ്ങളും വേഗത്തിലാക്കുന്നുണ്ട് BSNL. ടെലികോ ഭീമന്മാരായ ജിയോയും എയർടെല്ലും വോഡഫോൺ ഐഡിയയും നിരക്കുയർത്തിയതിന്റെ നേട്ടം പറ്റിയത് ശരിക്കും BSNL ആണ്. നിരക്കുയർത്താത്തതിനാൽ BSNLിലേക്ക് ആളുകളുടെ ഒഴുക്ക് വർദ്ധിച്ചിരിക്കുകയാണ്. 4G സേവനങ്ങൾ എത്തിക്കുന്നതിനായി 52,000 പുതിയ ടവറുകൾക്ക് കേന്ദ്രം അനുമതി നൽകിയിട്ടുണ്ട്. സേവനങ്ങളുടെ ഗുണനിലവാരം ഉയർത്തിയാൽ ഈ പൊതുമേഖലാ ടെലികോം കമ്പനിയെ ലാഭകരമാക്കാമെന്നാണ് കേന്ദ്ര ടെലികോം മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ വ്യക്തമാക്കുന്നത്. കമ്പനി ലാഭകരമാക്കണമെങ്കിൽ മികച്ച നിർവഹണം, മെച്ചപ്പെട്ട നിലവാരത്തിലുള്ള സേവനങ്ങൾ, ഉപഭോക്താക്കളുടെ സംതൃപ്തി, റേറ്റിംഗ് എന്നിവ ആവശ്യമാണെന്നും ജ്യോതിരാദിത്യ സിന്ധ്യ പറഞ്ഞു. ഇപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം നേടിയാൽ ആ നിമിഷം മുതൽ BSNL നേട്ടത്തിലാകുമെന്നാണ് മന്ത്രി നൽകുന്ന ഉറപ്പ്. സ്വർണത്തിന്റെ വിലയിടിവ് താൽക്കാലിക ആശ്വാസം മാത്രമോ? സ്വർണവിലയിലെ ചാഞ്ചാട്ടം എന്ന് തീരും? US ഫെഡ് റിസർവ് ചെയർമാന്റെ പലിശ നിരക്ക് സൂചനകൾക്ക് പിന്നാലെ മുന്നേറ്റം കാണിച്ചെങ്കിലും നിലവിൽ ആശ്വാസത്തിന്റെ പാതയിലാണ് സ്വർണവില. സ്വർണത്തിന്റെ വിലയിടിവ് താൽക്കാലിക ആശ്വാസം മാത്രമാണ്. വരും ദിവസങ്ങളിൽ ഇതിന് മാറ്റമുണ്ടാകുമെന്നാണ് വിദഗ്ധർ നൽകുന്ന സൂചന. അതുവരെ ചാഞ്ചാട്ടത്തിലായിരിക്കും സ്വർണവില മുന്നേറുക. അന്താരാഷ്ട്ര സ്വർണവില ട്രോയ് ഔൺസിന് $2,527 നിന്ന് 2,503 കുറഞ്ഞിരിക്കുകയാണ്. 18 കാരറ്റ് സ്വർണവും 5 രൂപ ഇടിവിൽ 5,545 വെള്ളി ഗ്രാമിന് 91 രൂപയിലുമാണ് ശനിയാഴ്ച വിൽപ്പന നടത്തിയത്. അമേരിക്ക GDP മെച്ചപ്പെടുന്നതും ഡോളറും ബോണ്ട് yield കൂടുന്നതും സ്വർണവില കുറയാൻ കാരണമാകേണ്ടതാണ്. ഗ്രാമിന് 10 രൂപ കുറഞ്ഞ് 6,695 രൂപയിലാണ് ശനിയാഴ്ചയിലെ വ്യാപാരം. പവന് 53,560 രൂപ. കാർഷിക വിപണിയിൽ അടുത്ത വാരം ആഗോള റബ്ബർ വിപണിയിലെ വിലക്കയറ്റത്തിന്റെ കൊടുങ്കാറ്റ് ഇന്ത്യൻ മാർക്കറ്റിനെ ഉലച്ചില്ല. ക്രിസ്മസ്, ന്യൂ ഇയർ വിപണിയിൽ പ്രതീക്ഷയർപ്പിച്ചിരിക്കുകയാണ് കുരുമുളക് ഏലം കർഷകർ.
വില ഉയർത്തിയിട്ടും ഷീറ്റ് ക്ഷാമം തുടരുകയാണ്. ഇറക്കുമതി റബ്ബർ എത്തിയെന്ന് പ്രചരിപ്പിച്ച് ആഭ്യന്തര വില എടുക്കാനുള്ള ശ്രമത്തിലാണ് ടയർ നിർമ്മാതാക്കൾ. 4ാം ഗ്രേഡ് ഷീറ്റ് വില പിന്നിട്ട വാരം 237 രൂപയിൽ നിന്നും 239 വരെ ഉയർത്തിയെങ്കിലും സംഭരിക്കാനായത് നാമമാത്രം ഷീറ്റാണ്. ഇന്ത്യയിൽ ക്ഷാമമില്ലെന്ന് വാർത്ത പ്രചരിപ്പിച്ച് ബാങ്കോക്ക് വിപണിയെ സമ്മർദ്ദത്തിലാക്കാനും ചില ടയർ ഭീമന്മാർ ശ്രമിച്ചു. എന്നാൽ ഫണ്ടുകളും നിക്ഷേപകരും ചേർന്ന് ഏഷ്യൻ വിപണിയെ കൈപ്പിടിച്ച് ഉയർത്തിയ കാഴ്ചയാണ് കഴിഞ്ഞ വാരം കണ്ടത്. സംസ്ഥാനത്ത് മഴ വീണ്ടും ശക്തി പ്രാപിച്ചതോടെ ടാപ്പിംഗ് മുടങ്ങി. ഇപ്പോഴത്തെ നിലയ്ക്ക് ഓണത്തിന് മുന്നോടിയായി ഷീറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. കുരുമുളക് വിപണി ഇടവേളയ്ക്ക് ശേഷം മികവിനുള്ള തയ്യാറെടുപ്പിലാണ്. ഹൈറേഞ്ച് മുളകിന് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും ഉത്സവ സീസൺ ആവശ്യക്കാർ കൂടുതലെത്തിയതോടെ നിരക്ക് ഉയർന്നു. അൺഗാർബിൾഡ് മുളക് വില 64,400 രൂപയിൽ നിന്നും 64,900 രൂപയായി. ഇടുക്കി, വയനാട് മേഖലകളിൽ വിൽപ്പനക്കാർ കുറവായതിനാൽ വരും ദിനങ്ങളിൽ നിരക്ക് കൂടുതൽ ഉയരാൻ ഇടയുണ്ടെന്ന് വിപണി വൃത്തങ്ങൾ. ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന വിയറ്റ്നാമിലും ബ്രസീലിലും ഉൽപാദനം ഇടിഞ്ഞു. ക്രിസ്മസ് പുതുവത്സരവേളയിലെ ആവശ്യങ്ങൾക്കായി ഇറക്കുമതി രാജ്യങ്ങൾ അന്താരാഷ്ട്ര വിപണിയിൽ ഇറങ്ങാനുള്ള ഒരുക്കത്തിലാണ്. മലബാർ മുളക് വില ടണ്ണിന് $8,200. കാലാവസ്ഥ മാറ്റം സൃഷ്ടിച്ച ആഘാതം മൂലം ഹൈറേഞ്ചിൽ ഏലം വിളവെടുപ്പ് വൈകുന്നു. ജൂണിൽ പ്രതീക്ഷിച്ച വിളവെടുപ്പ് ഇപ്പോഴും ആരംഭിച്ചിട്ടില്ല. അടുത്ത മാസം മുതൽ വിളവെടുപ്പ് ആരംഭിക്കുമെന്നാണ് ഏലം കർഷകരുടെ വിലയിരുത്തൽ. ഈ വർഷം 3 റൗണ്ട് വിളവെടുപ്പിന് മാത്രമേ അവസരം ലഭിക്കൂ. ദീപാവലി, നവരാത്രി ആവശ്യങ്ങൾക്കായി ഉത്തരേന്ത്യക്കാർ വൈകാതെ ലേലത്തിൽ പിടിമുറുക്കും. കിലോ 2,200 രൂപയെ ചുറ്റിപ്പറ്റിയാണ് ശരാശരി ഇനങ്ങൾ. ക്രിസ്മസ്, ന്യൂ ഇയർ വേളയിലെ ആവശ്യങ്ങൾ മുന്നിൽ കണ്ട് വിദേശ രാജ്യങ്ങളും ഇന്ത്യൻ ഏലത്തിലേക്ക് ശ്രദ്ധിക്കുന്നുണ്ട്. വിദേശത്ത് പ്രീമിയമേറിയ വലിപ്പം കൂടിയ ഇനങ്ങൾ കിലോ 2,700 രൂപയിലാണ്. ഈ വാരം ഓണം വിൽപ്പനയ്ക്ക് കൂടി തുടക്കം കുറിക്കുന്നതിനാൽ പതിവിലും ഡിമാൻഡ് ലോക്കൽ മാർക്കറ്റിൽ എണ്ണയ്ക്ക് പ്രതീക്ഷിക്കാം. അയൽ സംസ്ഥാനത്തെ മില്ലുകൾ കനത്ത തോതിൽ നിലവാരം കുറഞ്ഞ വെളിച്ചെണ്ണ കേരളത്തിലേക്ക് കയറ്റിവിടുന്നുണ്ട്. എണ്ണവില 16,500 നിന്നും ഇതിനകം 16,800 വരെ കയറിയപ്പോൾ കൊപ്ര 100 രൂപ മാത്രം ഉയർന്ന് 10,500 രൂപയിലാണ്. ഇതിനിടയിൽ വിദേശ ഇറക്കുമതി ലോബി ആഭ്യന്തര വിപണിയിൽ പാം ഓയിൽ, സോയ, സൂര്യകാന്തി എണ്ണ വിലകൾ ഉയർത്താനുള്ള ശ്രമത്തിലാണ്. ഇനി ലോഞ്ച് പാഡ്. പുതിയ ആഴ്ചയിൽ വിപണിയിലെത്തുന്ന പുത്തൻ താരങ്ങൾ. CNG-യിൽ ഓടുന്ന 2 വീലറുകളുമായി ബജാജ് വീണ്ടും രംഗത്തിറങ്ങുന്നു. പുതിയ CNG ബൈക്കും ചേതക് സ്കൂട്ടറുമാണ് ഈ വർഷം കമ്പനി പുറത്തിറക്കുന്നത്. ലോകത്തിലെ ആദ്യത്തെ CNG ബൈക്ക് ഫ്രീഡം 125ന്റെ വിജയത്തെ തുടർന്നാണ് പുതിയ ബൈക്ക് അവതരിപ്പിക്കുന്നതെന്ന് ബജാജ് ഓട്ടോ CEO രാജീവ് ബജാജ് പറഞ്ഞു. അടുത്ത മാർച്ചോടെ പുതിയ വാഹനങ്ങൾ മാർക്കറ്റിലെത്തും. എഥനോൾ അടിസ്ഥാനമാക്കിയ 2 വീലർ, 3 വീലർ വാഹനങ്ങൾ അടുത്ത മാസം ഇറങ്ങും. ഫ്രീഡം ബൈക്കുകൾ അടുത്ത ജനുവരിയോടെ മാസം 40,000 എണ്ണം വിൽക്കാനാണ് പദ്ധതി. ഉത്സവ സീസൺ കഴിയുന്നതോടെ പരിസ്ഥിതി അനുകൂല വാഹനങ്ങളുടെ വിൽപ്പന മാസം 1 ലക്ഷമായി ഉയരുമെന്ന് രാജീവ് ബജാജ് പറഞ്ഞു. പെട്രോൾ, ഡീസൽ, ഇലക്ട്രിക്, ഇനി CNG ആയും നെക്സോൺ. വണ്ടി വൈകാതെ നിരത്തുകളിലേക്കെത്തും. ടാറ്റയുടെ വാഹന നിരയിലെ എക്കാലത്തെയും മികച്ച മോഡലാണ് നെക്സോൺ. നെക്സോൺ ഉടൻ CNG കരുത്തിൽ നിരത്തിലേക്ക് ഇറങ്ങുമെന്ന പ്രതീക്ഷയിലാണ് വാഹനപ്രേമികൾ. ഈ വർഷം നടന്ന ഭാരത് മൊബിലിറ്റി എക്സ്പോയിൽ കൺസെപ്റ്റ് മോഡലായി നെക്സോൺ CNG പ്രദർശനത്തിനെത്തിയിരുന്നു. CNG വാഹനങ്ങളിൽ ഡ്യുവൽ സിലിണ്ടർ സംവിധാനം, ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ തുടങ്ങിയവ എത്തിച്ചതിന്റെ ക്രെഡിറ്റ് എന്നും ടാറ്റയ്ക്കുള്ളതാണ്. നെക്സോൺ CNG-യിലും 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനു പുറമെ AMT-യും നൽകുമെന്നാണ് റിപ്പോർട്ട്. CNG കരുത്തിലെത്തുന്ന ആദ്യ ടർബോ എഞ്ചിൻ വാഹനമാണ് ടാറ്റ നെക്സോൺ CNG. 1.2 ലിറ്റർ 3 സിലിണ്ടർ ടർബോ ചാർജഡ് പെട്രോൾ എഞ്ചിനായിരിക്കും ഈ വാഹനത്തിന് കരുത്തേകുന്നത്. CNG മോഡൽ കൂടി എത്തുന്നതോടെ വിവിധ ഇന്ധനങ്ങൾ കരുത്തേകുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട SUV എന്ന അംഗീകാരവും ടാറ്റ നെക്സോണിന് സ്വന്തമാകും. ടിയാഗോ, ടിഗോർ, അൾട്രോസ്, പഞ്ച് എന്നീ മോഡലുകളാണ് ടാറ്റ മോട്ടോഴ്സ് CNG-യിൽ വിപണിയിലെത്തിക്കുന്നത്. മാരുതി സുസുക്കിയുടെ ആദ്യ ഇലക്ട്രിക് കാർ നിർമ്മാണം ഉടനെ തുടങ്ങും. ഏതാനും മാസങ്ങൾക്കുള്ളിൽ ആദ്യ വാഹനം പുറത്തുവരും. (2023) ഡൽഹി ഓട്ടോ എക്സ്പോയിലാണ് മാരുതി EVയുടെ മാതൃകാ കാർ പ്രദർശിപ്പിച്ചത്. EVX മോഡലിലുള്ള കാർ ആരാധകർ കാത്തിരിക്കുകയാണ്.
20-25 ലക്ഷം വരെയാണ് വില പ്രതീക്ഷിക്കുന്നത്. അടുത്ത ഏപ്രിലിലാണ് കാർ വിപണിയിലെത്തുക. അടുത്ത മാസങ്ങളിൽ കാർ ഉൽപാദനം തുടങ്ങുമെന്ന് കമ്പനി ചെയർമാൻ RC ഭാർഗവ പറഞ്ഞു. മുഴുവൻ ശ്രേണിയിലുള്ള കാറുകളും വൈദ്യുതീകരിക്കാൻ കമ്പനി ഉദ്ദേശിക്കുന്നില്ല. 6 വർഷത്തിനകം 6 മോഡൽ ഇലക്ട്രിക് കാറുകൾ എന്ന നിലയിലായിരിക്കും ഉൽപാദനം. വീണ്ടും ഓണർ മാജിക്. ഓണറിന്റെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോണായ ഓണർ മാജിക് V3യുടെ വിശേഷങ്ങൾ അറിയാം. ഒട്ടനവധി പ്രത്യേകതകളുമായാണ് ഓണറിന്റെ V3 അണിയറയിൽ ഒരുങ്ങുന്നത്. AI ഫീച്ചറുകളുള്ള സ്മാർട്ട് ഫോൺ ആയിരിക്കും ഇത്. ഗൂഗിൾ ക്ലൗഡുമായി സഹകരിച്ചാണ് ഓണർ AI ഫീച്ചർ അവതരിപ്പിക്കുന്നത്. 4.35 mm കനമുള്ളതും വെറും 226 ഗ്രാം ഭാരവുമുള്ള ഒരു ബുക്ക് സ്റ്റൈൽ ഫോൾഡബിൾ സ്മാർട്ട് ഫോൺ ആയിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സാംസങ് ഗാലക്സി Z ഫോൾഡ് 6നേക്കാൾ ഭാരം കുറഞ്ഞതാണ്. 6.43 ഇഞ്ച് കവർ സ്ക്രീനും 7.92 ഇഞ്ച് ഇന്റർ ഡിസ്പ്ലേയും ഇതിനുണ്ടാകും. അതേസമയം പ്രവർത്തനം സ്നാപ്ഡ്രാഗൺ 8 Gen 3 ചിപ്സെറ്റിന് സമാനമായിരിക്കും. 16 GB വരെ റാമും 1 TB സ്റ്റോറേജും ഓണർ മാജിക് V3ക്ക് ഉണ്ടായിരിക്കും. 66 വാട്ട് വയേർഡും 50 വാട്ട് വയർലെസ് ചാർജിങ്ങുമുള്ള 5150 mAh ബാറ്ററിയും ഉണ്ടായിരിക്കും. 50 MB പ്രധാന ക്യാമറയും ഫോണിന്റെ പ്രത്യേകതയാണ്. ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ, 3.5 ഇരട്ടി മാഗ്നിഫിക്കേഷനോടുകൂടിയ 50 MB പെരിസ്കോപ്പ് സ്കൂം എന്നിവയും ക്യാമറയ്ക്കുണ്ട്. സെൽഫികൾക്കും വീഡിയോ കോളുകൾക്കുമായി ഓരോ ഡിസ്പ്ലേയിലും 20 MB പഞ്ച് ഹോൾ ക്യാമറകളുമുണ്ട്. ബെർലിനിൽ സെപ്റ്റംബർ 5 നടക്കുന്ന IFA ഇവന്റിൽ ഓണർ മാജിക് V3യുടെ ആഗോള ലോഞ്ച് നടക്കും. iPhone 16 സീരീസ് സെപ്റ്റംബർ 9 ലോഞ്ച് ചെയ്യും. ഗ്ലോഡ് ടൈം എന്ന് പേരിട്ടിരിക്കുന്ന ഇവന്റ് സ്റ്റീവ് ജോബ്സ് തിയേറ്ററിൽ ഇന്ത്യൻ സമയം രാത്രി 10:30. iPhone 16 സീരീസിലെ ഫോണുകളടക്കമുള്ള ഉപകരണങ്ങൾ ഈ വേദിയിൽ ലോഞ്ച് ചെയ്യുമെന്നാണ് സൂചന. ഐഫോണിലേക്ക് ആദ്യമായി AI ഔദ്യോഗികമായി വന്നതിന് ശേഷമുള്ള ഇവന്റാണിത്. ഇതിൽ ആപ്പിൾ ഇന്റലിജൻസ് AI സേവനം ലഭിക്കുന്ന ഏറ്റവും വില കുറഞ്ഞ ഫോൺ ആണ് iPhone 16 എന്നതാണ് മോഡലിന്റെ സവിശേഷത. iPhone 16 Pro സീരീസിന്റെ അത്ര പ്രോസസിംഗ് മികവില്ലെങ്കിലും ഡിവൈസിൽ തന്നെ AI പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ കെൽപ്പുള്ളതായിരിക്കും iPhone 16 എന്നാണ് സൂചന. കൂടാതെ iPhone 16 മോഡലിന് വില ഉയർന്നേക്കില്ലെന്നും സൂചനയുണ്ട്. അതേസമയം ആഗോള വിപണിയിൽ ആപ്പിൾ വില ഉയർത്തിയില്ലെങ്കിലും കഴിഞ്ഞ വർഷത്തെ iPhone 15നേക്കാളും വില താഴ്ന്നേക്കും. കേന്ദ്ര ബജറ്റിലെ ഇളവുകൾക്ക് അനുപാതികമായി iPhone 16 പോലെ തന്നെ Pro സീരീസിന്റെ വില കുറയ്ക്കുന്നതിലേക്കും നയിക്കും. സ്മാർട്ട് ഫോണുകളുടെ വില വർധനവിന് കാരണം ആപ്പിൾ ആണെന്ന് വ്യാപക വിമർശനം ഉയർന്നിട്ടുണ്ട്. അതിനാൽ ഇത്തവണ വില വർദ്ധിപ്പിക്കാതിരിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. ആരാധകരെ അമ്പരപ്പിക്കാൻ ആപ്പിൾ SE4 വരുന്നു. 2025 മാർച്ചോടെ വിപണിയിലെത്തുമെന്നാണ് പ്രതീക്ഷ. ആപ്പിളിന്റെ ഏറ്റവും താങ്ങാവുന്ന വിലയിലുള്ള ഐഫോൺ മോഡൽ എന്ന വിശേഷണവുമായാണ് iPhone SE4 എത്തുന്നത്. iPhone 14 സ്മാർട്ട് ഫോണിന് സമാനമായ ഡിസൈൻ തന്നെയായിരിക്കും ഈ മോഡലിനും ഉണ്ടാകുക എന്നാണ് സൂചന. ഫ്ലാറ്റ് വശങ്ങളും 6.1 ഇഞ്ച് OLED സ്ക്രീനും ഒരു USB-C പോർട്ട് ഉൾപ്പെടെ നിരവധി ശ്രദ്ധേയമായ അപ്ഗ്രേഡുകൾ അവതരിപ്പിക്കും. iPhone 16 മോഡലിൽ പ്രതീക്ഷിക്കുന്ന A18 ചിപ്സെറ്റ് തന്നെയായിരിക്കും iPhone SE-യിലും. ആപ്പിൾ ഇന്റലിജൻസ് ഫീച്ചറുമായി എത്തുന്ന ഏറ്റവും വില കുറഞ്ഞ iPhone ആയിരിക്കും iPhone SE. iPhone 14 സമാനമായ 3279 AAH ബാറ്ററിയാണ് ഉള്ളത്. മുൻഗാമികളെ പോലെ ഒരൊറ്റ ക്യാമറയുമായിട്ടായും iPhone SE4 ഇറങ്ങുക. ആദ്യമായി SE4 എഡിഷനിൽ ആപ്പിൾ 48 MP ക്യാമറ സെൻസർ അവതരിപ്പിച്ചേക്കുമെന്ന അഭ്യൂഹങ്ങളുണ്ട്. നിലവിലെ iPhone SE-യുടെ 12 MP ക്യാമറയിൽ നിന്ന് ഇത് ഒരു പ്രധാന അപ്ഗ്രേഡ് ആയിരിക്കും. വിനോദവാരം. ബിഗ് ബജറ്റ് ആക്ഷൻ സിനിമകളും ഹോളിവുഡ് സിനിമകൾക്കുമായി സിനിമാ പ്രേമികളുടെ കാത്തിരിപ്പിന്റെ കാലമാണ് ഇനി. തെന്നിന്ത്യൻ സിനിമകൾക്കൊപ്പം പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട ഹോളിവുഡ് ചിത്രങ്ങളും റിലീസിനൊരുങ്ങുകയാണ്. ബിഗ് ബജറ്റ് ചിത്രങ്ങളുടെ വൻനിരയാണ് സിനിമാ പ്രേക്ഷകർക്കായി കാത്തിരിക്കുന്നത്. ഓണക്കാല മലയാള സിനിമകൾക്ക് കനത്ത വെല്ലുവിളിയുമായി വിജയ് ചിത്രം ഗോട്ട് സെപ്റ്റംബർ 5 തിയേറ്ററുകളിലെത്തും.
വെങ്കട് പ്രഭു സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ വിജയ് ഇരട്ട വേഷത്തിലാണ് എത്തുന്നത്. എജീസ് എന്റർടൈൻമെന്റ് ആണ് ഗോട്ട് റിലീസ് ചെയ്യുന്നത്. മീനാക്ഷി ചൗധരി, പ്രശാന്ത്, പ്രഭുദേവ, ജയറാം, സ്നേഹ തുടങ്ങിയവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളെത്തുന്നു. ആക്ഷൻ ത്രില്ലറുകളിലൂടെ ഇന്ത്യൻ പ്രേക്ഷകരെ കൈയടക്കിയ കന്നഡ സിനിമാ ലോകത്തു നിന്നും എത്തുന്ന ചിത്രമാണ് മാർട്ടിൻ. ധ്രുവ് സർജ നായകനായി എത്തുന്ന ചിത്രം ഒക്ടോബർ 11 റിലീസ് ചെയ്യും. ജൂനിയർ NTRഉം ജാൻവി കപൂറും പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്ന ദേവര സെപ്റ്റംബർ 27 തിയേറ്ററുകളിലെത്തും. ഇത്തവണ സൂര്യ എത്തുന്നത് ആക്ഷൻ അഡ്വഞ്ചർ ചിത്രവുമായാണ്. ശ്രദ്ധേയമായ പ്രമേയം കൊണ്ട് എക്കാലവും ആരാധകരെ ഞെട്ടിക്കുന്ന സൂര്യയുടെ പുതിയ ചിത്രമായ കൻഗുവ ഒക്ടോബർ 10 റിലീസ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ദിരാഗാന്ധിയായി കങ്കണ റണാവത്ത് എത്തുന്ന എമർജൻസിയാണ് ബോളിവുഡിലെ പുതിയ ചിത്രം. സെപ്റ്റംബർ 6 റിലീസ്. ചിത്രത്തിന്റെ സംവിധാനവും കഥയും നിർമ്മാണവും കങ്കണ തന്നെയാണ് നിർവഹിച്ചിരിക്കുന്നത്. ഹോളിവുഡിൽ നിന്നും 2 സിനിമകളാണ് എത്തുന്നത്. ഏറെ ആരാധകരുള്ള ഈ സിനിമകൾ 2 സിനിമകളുടെ പുതിയ ഭാഗങ്ങളാണ്. ജോക്കറും വെനം ദി ലാസ്റ്റ് ഡാൻസും. ഒക്ടോബർ 2 ജോക്കറും ഒക്ടോബർ 25 വെനവും തിയേറ്ററുകളിലെത്തും. മലയാളി സംഗീതാസ്വാദകർക്കായി റെഡ് FM ഒരുക്കുന്നു ബോളിവുഡ് ഗായകൻ സോനു നിഗത്തിന്റെ ലൈവ് ഷോ. സെപ്റ്റംബർ 7 അങ്കമാലി അറ്റ്ലക്സ് ഇന്റർനാഷണലിൽ. കൂടാതെ മലയാളത്തിന്റെ വാനമ്പാടി KS ചിത്രയുടെ ലൈവ് ഷോ സെപ്റ്റംബർ 13 കോട്ടയം വിൻസർ കാസലിൽ വെച്ചും അരങ്ങേറും. ഫുട്ബോൾ കളി ആരവങ്ങൾക്ക് ആവേശവുമായി സൂപ്പർ ലീഗ് കേരള. സെപ്റ്റംബർ 7 കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ഉദ്ഘാടന മത്സരം അരങ്ങേറും. കേരളത്തിന്റെ ഫുട്ബോൾ സ്വപ്നങ്ങളെ മാറ്റിമറിക്കുമെന്ന് കരുതുന്ന സൂപ്പർ ലീഗ് കേരള കിക്ക് ഓഫിനൊരുങ്ങുകയാണ്. സെപ്റ്റംബർ 7 തുടങ്ങി നവംബർ 10 അവസാനിക്കുന്ന പ്രഥമ സീസണിന്റെ മത്സരക്രമവും പുറത്തിറക്കി. കിക്ക് ഓഫും ഫൈനലും വേദിയാകുന്നത് കൊച്ചി നെഹ്റു സ്റ്റേഡിയത്തിലായിരിക്കും. ആദ്യ കളിയിൽ രാത്രി 7:30 ഫോഴ്സ കൊച്ചിയും മലപ്പുറം FCയും ഏറ്റുമുട്ടും. തിരുവനന്തപുരം ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയം, മലപ്പുറം മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയം, കോഴിക്കോട് കോർപ്പറേഷൻ EMS സ്റ്റേഡിയം എന്നിവിടങ്ങളിൽ മത്സരമുണ്ടാകും. കൂടാതെ സ്റ്റാർ സ്പോർട്സിലും ഹോട്ട്സ്റ്റാറിലും തത്സമയം മത്സരം കാണാം. തിരുവനന്തപുരം കൊമ്പൻസ്, ഫോഴ്സ കൊച്ചി, തൃശൂർ FC, മലപ്പുറം FC, കാലിക്കറ്റ് FC, കണ്ണൂർ വാരിയേഴ്സ് എന്നിങ്ങനെ 6 ഫ്രാഞ്ചൈസികളാണ് പ്രഥമ സൂപ്പർ ലീഗ് കേരളയിൽ മത്സരിക്കുക. 10 റൗണ്ടുകളിലായി നടക്കുന്ന മത്സരം 45 ദിവസം നീണ്ടു നിൽക്കും. ഓരോ ടീമും 2 തവണ പരസ്പരം ഏറ്റുമുട്ടും. ഇനി പ്രധാന ഇവന്റുകൾ. ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് ഒക്ടോബർ 2 വാരത്തിൽ ഡൽഹിയിൽ നടക്കും. വാർത്താവിനിമയ മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി. ഡൽഹി ഭാരത് മണ്ഡപത്തിൽ ഒക്ടോബർ 15 മുതൽ 18 വരെയാണ് പരിപാടി. 6G രംഗത്ത് ഇന്ത്യ ലോകത്തെ വമ്പൻ ശക്തിയാകാനുള്ള തയ്യാറെടുപ്പുകളുടെ പ്രദർശനമായിരിക്കും മേള. പുതിയ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനങ്ങൾ, ചർച്ചകൾ, ബിസിനസ് മീറ്റുകൾ എന്നിവ ഉണ്ടാകും. 500-ലധികം 1-to-1 മീറ്റുകൾ, 1000-ലധികം നിക്ഷേപകരുമായുള്ള കൂടിക്കാഴ്ചകൾ, സൈബർ സുരക്ഷ സംബന്ധിച്ച സ്റ്റാർട്ടപ്പുകളുടെ പ്രദർശനം എന്നിവ ഉണ്ടാകും. ഇതോടെ ബിസിനസ് നെക്സ്റ്റ് അവസാനിക്കുന്നു. അടുത്തയാഴ്ച കാണാം. ബൈ.